വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, എന്നാ നമുക്കിന്ന് മലയാളം പഠിക്കാം. നമ്മളിപ്പോ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും അതിന്റെ ചിഹ്നങ്ങളാണല്ലേ പഠിക്കുന്നത്. നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞേ? അ, ആ, ഇ, ഈ, ഉ, ഊ, ഈ അക്ഷരങ്ങളും അതിന്റെ ചിഹ്നങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഐ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്വരാക്ഷരായിട്ടുള്ള ഏതായിരിക്കും? ഏതായിരിക്കും ഒന്ന് പറഞ്ഞേ? ഏതായിരിക്കും? ഓ ഒന്ന് പറഞ്ഞേ. ഓ ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഓ അതെങ്ങനെ എഴുതാന്നറിയോ? ഇതാണ് ഓ, ഇതാണ് ഓ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓ അക്ഷരം എഴുതാൻ അറിയില്ലേ? ഓക്കെ, ഈ ഓ എന്ന അക്ഷരത്തിന് ഒരു ചിഹ്നം വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയോ? എ ചിഹ്നം എഴുതുക, എന്നിട്ട് ആ ചിഹ്നം കൊടുക്കുക. ഇതാണ് ഓ ചിഹ്നം. ഇതാണ് ഓ ചിഹ്നം. ഓക്കെ, ഇത് ഓ, ഇത് ഓ ചിഹ്നം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ. ഇവിടെ ത എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. ഇത് ഏതാ ചിഹ്നം? ഇത് ഓ ചിഹ്നാണ് അല്ലെ? ഓ ചിഹ്നം. അപ്പൊ ഇത് എങ്ങനെ വായിക്കാന്ന് അറിയോ? തോ, തോ. ത എന്ന അക്ഷരത്തിന് ഓ ചിഹ്നം വന്നപ്പോഴേ എന്തായി? തോ. ഓക്കെ, ഇനി പ എന്ന അക്ഷരത്തിന് ഓ ചിഹ്നം വന്നപ്പോ, പ എന്ന അക്ഷരത്തിന് ഓ ചിഹ്നം വന്നു. കണ്ടോ? ഓ ചിഹ്നം വന്നു. അപ്പൊ എന്താ വായിക്കാന്ന് അറിയോ? പോ. എന്താ? പോ. ഓക്കെ, ഇനി ക എന്ന അക്ഷരത്തിന് ഓ ചിഹ്നം വന്നപ്പോഴേ, ക എന്ന അക്ഷരത്തിന് ഓ ചിഹ്നം വന്നപ്പോഴേ എന്തായിരിക്കും പറയാ? കോ. എന്താ പറയാ? കോ. ഓക്കെ, ഇനി നമുക്ക് ഓ എന്ന അക്ഷരം വെച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിക്കാനുണ്ട്. ഓ ചിഹ്നം വരുന്ന രണ്ട് വാക്കുകളും പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഇതാരാണ്? ഇതാരാണ്? ഇത് നെയിം അറിയോ? ഇതിന് ഓ വെച്ചിട്ടൊരു പേര് പറയും. ഒട്ടകം എന്ന് പറഞ്ഞേ. ഒട്ടകം. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഒട്ടകം. ഓക്കെ, ഇതെന്താണ്? ഒട്ടകം. ഓക്കെ, ഇനി നമുക്ക് ഒട്ടകം എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഒട്ടകം എന്ന് പറയുമ്പോ ഫസ്റ്റ് ഏത് അക്ഷരം എഴുതണം? ഓ. ഓ എന്ന അക്ഷരം എഴുതി. ഓ, ഒട്ട എന്നാണ് ട. അപ്പൊ ട എന്ന അക്ഷരം എഴുതാം. ഒട്ട. ഒട്ടകം എന്ന് പറയുമ്പോ ക എന്ന അക്ഷരം എഴുതി അം ചിഹ്നം ചേർത്തപ്പോഴെന്തായി? ഒട്ടകം. എന്ന് പറഞ്ഞേ. ഒട്ടകം. ഓ ട ക അം ചിഹ്നം എന്ത് വായിക്കും? ഒട്ടകം. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കാം. ഇതൊരു നമ്പർ ആണ്. ഇത് ഏതാ നമ്പർ? നമ്പർ 1. വെരി ഗുഡ്. ഈ നമ്പർ 1ന് മലയാളത്തിൽ വേറൊരു പേര് പറയും ഓ വെച്ചിട്ട്. എന്താണെന്നറിയോ? ഒന്ന്. എന്താണ്? ഒന്ന്. എന്താ പറഞ്ഞേ? ഒന്ന്. ഓക്കെ, നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ? ആദ്യം ഓ എന്ന അക്ഷരം എഴുതാ, എന്നിട്ട് ന എന്ന അക്ഷരം എഴുതി. ഇപ്പൊ ഇത് ഒന്നാന്നായിട്ടുള്ളൂ. ഒന്ന് എന്നാണെങ്കിൽ ഇവിടെ ചന്ദ്രക്കല കൊടുക്കുമ്പോഴെന്തായി? ഒന്ന്. ഓ ന ചന്ദ്രക്കല കൊടുത്താൽ എന്തായി? ഒന്ന്. ഓക്കെ, ഇനി നമുക്ക് ഓ ചിഹ്നം വരുന്ന വാക്കുകൾ നോക്കാം. അപ്പൊ ഞാൻ അതിന്റെ ചിത്രങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ. ഇതെന്താണ്? എന്താണ് അറിയോ? എന്താണ് ഈ നെറ്റിയിൽ വെക്കുന്നത്? എന്താണ്? പൊട്ട്. എന്താണ്? പൊട്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. പൊട്ട്. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. പൊട്ട്. ഓക്കെ, ഇനി നമുക്ക് പൊട്ട് ഒന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ, ആദ്യം ഓ ചിഹ്നം എഴുതി. ഓ ചിഹ്നം. ഓക്കെ, ഓ ചിഹ്നം. പൊട്ട് എന്നാണ്. പോ. പോ എന്ന് പറയുമ്പോ ഇവിടെ ഏത് അക്ഷരമായിരിക്കും വരിക? പാ വരും. നോക്കിക്കേ, ഇപ്പൊ എന്തായി? പോ. പോ. ഇപ്പൊ എന്തായി? പോ. പൊട്ട് എന്നാണ്. അപ്പോ ട എന്ന അക്ഷരം എഴുതി ചന്ദ്രക്കല കൊടുക്കുമ്പോഴെന്തായി? പൊട്ട്. എന്താ വായിക്ക? പൊട്ട്. എന്നുള്ളത് പറഞ്ഞേ. പൊട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കിയാലോ? ഇതെന്താണ്? ഇത് ഫ്ലാഗ് ആണ് അല്ലേ? ഫ്ലാഗ്.
ഈ ഫ്ലാഗിന് മലയാളത്തില് വേറൊരു പേര് പറയും. എന്താണെന്നറിയോ? കൊടി. എന്താണ്? കൊടി. ഒന്നുകൂടെ പറഞ്ഞേ, കൊടി. ഓക്കെ, നമുക്ക് കൊടി ഒന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെ എഴുതും? ഓ ചിഹ്നം എഴുതാം. ഓ ചിഹ്നം എഴുതി. കോ എന്നാണ്, കോ. അപ്പൊ ക എന്ന അക്ഷരമാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ക എന്ന അക്ഷരം എഴുതി കൊടുത്തു. അപ്പൊ എന്താ വായിക്ക? കോ. കോ, കൊടി എന്നാണ്. അപ്പൊ ഡ എന്ന അക്ഷരം എഴുതി ഈ ചിഹ്നം ചേർത്താൽ എന്തായി? കൊടി. എന്തായി? കൊടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഓ എന്ന അക്ഷരം പഠിച്ചു, അതിന്റെ ചിഹ്നവും പഠിച്ചു അല്ലെ. ഓ എന്ന അക്ഷരം വെച്ചിട്ട് 2 വാക്കുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? ഒട്ടകം, ഒന്ന്. ഓക്കെ, ഓ ചിഹ്നം വരുന്ന 2 വാക്കുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? പൊട്ട്, കൊടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി സ്ലേറ്റ് എടുത്തിട്ട് ഈ 4 വാക്കുകൾ നന്നായിട്ട് ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.